വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. ജീവനിലേക്കും മഹത്വത്തിലേക്കുമുള്ള പാത പുരുഷന്റേതാണ്. നിത്യജീവനാകുന്ന നിധി സ്വന്തമാക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് ഈ പാതയിലെ കഷ്ടപ്പാടുകൾ നിസ്സാരങ്ങളാണ്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ഉച്ഛിഷ്ടമായി കരുതിക്കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ദേവാലയങ്ങളാക്കി തീർക്കുവാൻ ദിവ്യകാരുണ്യത്തിൽ നിന്നും വചനത്തിൽ നിന്നും ശക്തി സ്വീകരിച്ച് ജ്വലിക്കുന്ന ഹൃദയവും വിശ്രമമില്ലാത്ത കരങ്ങളുമായി നാഥന്റെ വയലുകളിലേക്ക് ഇറങ്ങി തിരിച്ച് 30, 60, 100 മേനി വിളവുകൾ കൊയ്തെടുത്ത മദർ മേരി കല്ലറയ്ക്കലിന്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുന്ന ഈ അവസരത്തിൽ അമ്മയിൽ നിറഞ്ഞു നിന്ന താമസിക ജീവിതത്തെ കുറിച്ച് നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം. പിതാവിനോടും സകല മനുഷ്യരോടുമുള്ള സ്നേഹത്തെ പ്രതി കുരിശുമരണം സ്വീകരിച്ച വചനമാകുന്ന യേശുവിനെ അനുഗമിക്കുവാനും പാവത്താൽ മുറിവേൽപ്പിക്കപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ ചായ്വുകളെ കീഴടക്കുവാനും തിരുത്തുവാനും ഉദ്ധാനത്തിന്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും അത് അനേകർക്ക് പകർന്നു നൽകി ദൈവരാജ്യം വിസ്തൃതമാക്കുവാനും നമ്മെ സഹായിക്കുന്ന പുണ്യമാണല്ലോ താമസിക ജീവിതം. സന്യാസ ജീവിതമാവുന്ന വിളിയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിൽക്കുന്നതിനും വചനമായ യേശുവിനെ അനുഗമിക്കുന്നതിനും താമസിക ജീവിതം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ വലിയമതർ പരിപൂർണ നിയമാനുഷ്ഠാന ജീവിതമാണ് ഏറ്റവും വലിയ തപസ് എന്ന് കണ്ട് കൃത്യതയോടെ നിയമങ്ങൾ പാലിച്ചു. ദിനചര്യയും കൂട്ടുക്രമങ്ങളും മൗനവും ചിട്ടയോടെ പാലിക്കുകയും തിരുത്തലുകൾ എവിടെ വെച്ച് ലഭിച്ചാലും ദൈവ തിരുമനസിന് കീഴ്വഴങ്ങിക്കൊണ്ട് എളിമയോടെ മൗനമായി സ്വീകരിക്കുകയും നിലം ചുംബിച്ച് നന്ദി പറയുകയും ചെയ്യുക എന്നത് മദറിന്റെ ശീലമായിരുന്നു. കുരിശിന്റെ വഴിയിലൂടെ ദൈവവുമായും സഹോദരങ്ങളുമായും സാഹിത്യത്തിന്റെ പാരമ്യത്തിലെത്തിയ വ്യക്തിയാണ് മദർ മേരി. ക്രൂശിതനായ ക്രിസ്തുവിന്റെ പ്രേയസിയായ മദർ തന്റെ യൗവന ആരംഭം മുതൽ ഓരോ സഹനങ്ങൾക്ക് വിധേയായിരുന്നു. അവയെല്ലാം ദിവ്യ മണവാളിനോട് സാദൃശ്യം പ്രാപിക്കുവാനുള്ള കുറുക്കുവഴിയായി മദർ കണ്ടു. വിനീതമായ അധികാര വിധേയത്വം, നിരന്തരമായ സ്വയം നിഗ്രഹം, സഹനം, സ്വമേധയാ സ്വീകരിക്കുവാനുള്ള സന്നദ്ധത, ക്ഷമാശീലം ഇവയെല്ലാം മദർ പരിശീലിച്ചു. കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് ഏറ്റവും വലിയ ഭക്തി മദർ പ്രകടിപ്പിച്ചിരുന്നു. ക്രൂശിതന്റെ ജീവിതം തന്നിൽ ഏറ്റുവാങ്ങി ക്രൂശുപാതയിലൂടെ ശങ്കയില്ലാതെ ചരിച്ച ആ നല്ല തീർത്ഥാടക സമൂഹത്തിന്റെയും സഭയുടെയും ശ്രേയസ്കരമായ ഭാവിക്കും ജനകോടികളുടെ വിശുദ്ധീകരണത്തിനുമായി സ്വാർത്ഥലേശമില്ലാതെ തന്റെ ജീവിതം ഹോമിച്ചു. സഹനങ്ങളെ സംഗീതം പോലെ ആസ്വദിച്ച മദർ അനുദിന കുരിശുകൾ ഹൃദയാനന്ദത്തോടെ ഏറ്റുവാങ്ങുവാൻ സഹോദരിമാർക്ക് അതിശക്തമായ പ്രേരണയാണ് നൽകിയത്. മദർ പറയുന്നു, നിന്റെ കുരിശുകൾ ആരും അറിയാതെ സഹിക്കുക. അതിന്റെ കഠിനവത നിനക്ക് മാത്രം അറിയപ്പെട്ടതായിരിക്കട്ടെ. നിന്റെ കർണങ്ങളിൽ അതൊരു സംഗീതമായിരിക്കട്ടെ. സ്വന്തം തെറ്റുകൾക്കും മറ്റുള്ളവരുടെ തെറ്റുകൾക്കും സ്വശരീരത്തിൽ പരിഹാരമനുഷ്ഠിക്കുവാൻ മദർ ഉത്സാഹിച്ചിരുന്നു. കുരിശ് നിർഭയം വഹിക്കുവാൻ, സ്നേഹപൂർവ്വം ആശ്ലേഷിക്കുവാൻ അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. മിശിഹായുടെ ചെറു സഹോദരികളും മണവാട്ടികളുമായി വിളിക്കപ്പെട്ട നമുക്ക് ഇഹത്തിൽ ഉന്നതിയും സ്ഥാനമാനങ്ങളും ആകർഷകമായി തോന്നിയേക്കാം. എന്നാൽ കർത്താവിന്റെ വഴി ഇടുങ്ങിയതും ക്ലേശം നിറഞ്ഞതുമായ കുരിശിന്റെ വഴിയാണ്. അത് നല്ല മനസ്സോടും ദൈവാശ്രയത്തോടും കൂടി വഹിക്കുകയാണെങ്കിൽ നമ്മുടെ നുകവും ലഘുവും മധുരവുമായി തീരും. സന്യാസ ജീവിത കടമകൾ അതിന്റെ പൂർണ്ണതയിൽ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് നിസ്സാര വീഴ്ചകൾക്ക് പോലും പ്രായശ്ചിത്തം അനുഷ്ഠിച്ചിരുന്ന മദറിന്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. കുരിശിന്റെ രാജവീതിയിലൂടെ നമ്മുടെ ജീവിതയാത്ര വിജയകരമായി പൂർത്തിയാക്കുവാൻ ബഹുമാനപ്പെട്ട വല്യമദന്റെ മാധ്യസ്ഥം യാചിക്കാം. ആ പുണ്യദാതിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വല്യമദറിനെ പോലെ താപസിക മാർഗത്തിലൂടെ യേശുവിന്റെ രക്ഷാകര സഹനത്തിൽ പങ്കുപറ്റിക്കൊണ്ട് നമുക്കും വിശുദ്ധിയിലേക്ക് മുന്നേറാം.